ഇതാണ് പാലക്ക്. നമ്മൾ 2 ദിവസം കഴിച്ചുകൊണ്ടിരുന്നതിന് പച്ച കളറ് കറിയില്ലേ, ഒരു ചീരയുടെ പോലത്തെ സാധനമാണ് പാലക്ക് എന്ന പേര്. ഇത് അരച്ചിട്ടാണ് അവർ കറി വെക്കുക, കറി ഉണ്ടാക്കുക അല്ലേ. പാലക്ക് ചീരയുടെ മാതിരി തന്നെയാണ്, കണ്ടും ചീരയുടെ പോലെ തന്നെ, ലീഫും തന്നെ ചീരയുടെ, പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇന്നലെ ഈ ഹോട്ടലിൻ്റെ കൂടെ കടന്നിട്ടുണ്ടായിനെ എന്താ റിസ്വാനും മുബീനും ഈ രണ്ട് കട്ടിലുമ്പോൾ കിടന്നു. കാരണം അവർ ഒരു ടെൻറ്റിലായിട്ട് ടെൻറ്റ് ഇതും ഇടാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഈ കട്ടിലിൽ ടെൻറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഞാനും കിടന്നു. അപ്പോൾ ടെൻറ്റൊക്കെ പാക്ക് ചെയ്തു, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയായി. കഴിക്കാൻ കയറി ഞങ്ങളെ ദേശീയ ഭക്ഷണം റൊട്ടിയും ചന മസാലയും അത് കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം പോകുന്ന സമയത്ത് തന്നെ നല്ല വെയിൽ തുറക്കും. അപ്പോൾ ഇവിടെ നല്ല വെയിൽ, അപ്പോൾ ഒരു അരിവെട്ടിൻ്റെ തണല് കിട്ടി. അവിടെ റിസ്വാനും മുമ്പിനൊക്കെ കടന്ന് ഉറക്കം തുടങ്ങി. ഇനി വെയിലാറിയിട്ട് പോകുന്നു, നല്ല വെയിലാണ്. राजस्थान में पूरा गवर्नमेंट स्कूल है, ऐसा यूनिफॉर्म है. राजस्थान से गला गुजरातों दनले राजस्थान हमारे केरल में अलग अलग है यूनिफॉर्म. अच्छा, स्टेट डिस्ट्रिक्ट वाइज? हाँ, डिस्ट्रिक्ट वाइज नहीं है, बैच अलग अलग है. अच्छा, इन गवर्नमेंट स्कूल? ऑल आर गवर्नमेंट स्कूल्स अलग अलग. अच्छा, आप जैसे अभी आप डिग्री वगैरह कर रहे हो, एक चीज़ पूछना चाहता हूँ मैं कि आपके वहाँ मतलब मोस्ट ऑफ द मेजॉरिटी क्या इंटरेस्ट रहता है, यंगस्टर्स का क्या इंटरेस्ट रहता है, इन विच स्ट्रीम? उधर ही बहुत बड़ा इंजीनियर. हाँ. To Ajmer, any problem you will call me. ഓക്കെ, താങ്ക് യു. ഓക്കെ. പിന്നെ ഇവിടുന്ന് അക്ഷയ് രാജ്പുത്ത് എന്ന് പറഞ്ഞൊരു ആളെ കണ്ടുമുട്ടി. ആൾ വന്ന് സംസാരിച്ചേക്കാൻ നിങ്ങൾ എവിടുന്ന എന്താ ചെയ്യണേ, ഞങ്ങളിവിടെ ഇരുന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു, എവിടുന്ന വരുന്നതെന്നൊക്കെ ചോദിച്ചു. ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. പക്ഷേ മുബിനെ കണ്ടേക്കാന്ന് ചോദിച്ചു, ഇതൊരു വോളിബോൾ പ്ലെയർ അല്ലേ ചോദിച്ചു. അപ്പോൾ എങ്ങനെ മനസ്സിലായി ചോദിച്ചു, അവൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട്, ഹൈറ്റും അവൻ്റെ പിന്നെ ബോഡിയുടെ ഷേപ്പും കണ്ടിട്ട് മനസ്സിലായതാണെന്ന് പറഞ്ഞു. അതിന് പൊന്തി നിൽക്കുകയാണ് ഇപ്പോൾ ആളെന്തായാലും. ആളും വോളിബോൾ കളിക്കണേന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നു. കേരളം ഭയങ്കര ഇഷ്ടമാണ്, കേരളത്തിലെ ലിറ്ററസി റൈറ്റിങ്ങൊക്കെ നല്ല കൂടിയ സംസ്ഥാനമാണ്, അതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് എന്ത് സഹായമാണെങ്കിലും വിളിച്ചോന്ന് നമ്പറൊക്കെ തന്ന് പോയി. ഒരു പറയുന്നത് രാജസ്ഥാനിയാണ്. രാജസ്ഥാനി. അവിടെ ഇരിക്കുമ്പോൾ അക്ഷയ് ഭായിൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് വേറെ ഒരാൾ വന്ന് മൂപ്പരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾക്കൊരു ചായയൊക്കെ മേടിച്ച് തന്ന്. അതുകൂടാതെ ഞാൻ ആളെ കഴിയുമ്പോൾ കുറേ മോതിരവും ചെയിനൊക്കെ ഉണ്ട് മേത്ത്. അപ്പോൾ കുറേ മോതിരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചേക്ക് എനിക്കതിലൊരു മോതിരം ഒരു തന്ന് എൻ്റെ കൈ മിട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ നിർത്തി. നല്ല ലസ്സി കൊടുന്നു. എനിക്ക് ഭയങ്കര ലസ്സി വേണം നിർബന്ധം. മെസ്സി ഫാനായി വൈകിട്ട് ലസ്സി ഫാനായി ഇതുവരെ. അങ്ങനെ ഓർഡർ ചെയ്ത താലി വന്നു. ഇനി ഉണ്ടാവും കേട്ടോ അതിൽ ഐറ്റംസ്. ഒക്കെ പോവും. ആ चटनी 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 हाँ കോളിംഗ് പെർമിറ്റ് കൊടുക്കാം.
നാഷണൽ പെർമിറ്റ്, മിലിറ്ററി ജീപ്പ്, ഇതൊക്കെ ക്രാഫ്റ്റുകളാ. ചെറിയ മെറ്റല്, മറ്റേ തകരം പോലത്തെ സാധനമാണ്. सब घर में बनाती है कंपनी पंजाब से പഞ്ചാബിൽ നിന്ന് ഉണ്ടാക്കി വരുന്നതാണ്. 750, 350, 450 മരം കൊണ്ടുള്ളതുണ്ട്. പിന്നെ മെറ്റലോട്ടുള്ള വണ്ടികൾ. സംഭവം നല്ല രസമുണ്ട്, വാങ്ങണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ കഴിയില്ല. നാഷണൽ പെർമിറ്റ് ഇതാ, ഗ്ലാസ് കൊടുത്ത് സംഭവം അടിപൊളിയാണ്, പക്ഷെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയൂലല്ലോ. അതിൽ കയറ്റേണ്ടി വരും. സമയം 5:15. ഞങ്ങള് ഒരു 8 മണി 9 മണിയാകുമ്പോഴത്തേന് അജ്മീർ എത്തും. ഇനി 50 കിലോമീറ്ററുള്ളൂ. രാത്രി ആയാലും കുറച്ച് മെല്ലുള്ള ചവിട്ടാൻ പറ്റിയ ലേറ്റ്. ഉറക്കത്തിന് സൈക്കിൾ ഓട്ടുന്ന മൊബൈൽ പിന്നെ ഇരുട്ടായി തുടങ്ങി. ഇനി ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും. ഞങ്ങൾ കുറച്ചു നേരം നിന്ന് കാരണം കുറച്ച് ടൈം ഉണ്ടില്ലേ. ഇപ്പൊ സമയം 8:50, 9 മണിയാകാനായിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും സ്ഥലത്ത് ഇനി ഒരു 10 കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് പോകാണ്ട് സ്റ്റേയിലെത്തണമെങ്കിൽ. അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകാൻ എത്തിയില്ല, കാരണം എന്നാൽ പോവാ ഫ്രഷ് ആകുക, ഉറങ്ങാം. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ സ്റ്റേയിലെത്തും. ഒരു കൂട്ടുകാരൻ്റെ സ്റ്റേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഫുഡ് വന്നു. ഇന്ന് ഭൂരിയും കടലയാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ഇവിടെ ആയിരുന്നു. ഞങ്ങൾ കുറേ ലേറ്റ് ആയിട്ട് എത്തിയത്. പിന്നെ ഫോണും ക്യാമറയൊക്കെ ഓഫ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ കയറി വന്നതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ സ്റ്റേ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് ദർഗയും പുഷ്കറൊക്കെ കറങ്ങണം. അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങി ഫസ്റ്റ് ദർഗയിലൊന്ന് പോകണം. പിന്നെ സൈക്കിള് ഒന്ന് ജസ്റ്റ് ചെയിനൊക്കെ ക്ലീൻ ചെയ്യണം, ചെയിനൊന്ന് ലൂപ്പ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ചെയ്യണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. സ്പോക്കൊക്കെ ടൈറ്റ് ചെയ്യാണ്ട് അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഒരു 5 കിലോമീറ്റർ 5.5 കിലോമീറ്റർ ഉള്ളൂ ദർഗിക്ക്. പോയോട്ടെ. ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊരു സ്പെഷ്യലാണിത്. നമ്മളെ നാട്ടിലെ എണ്ണക്കടികൾ പോലെ ഓരോ ബജ്ജികളുണ്ടാവും. അതിക്ക് സാമ്പാർ ഒഴിക്കും. ഉച്ചയ്ക്ക് വരെ അത് ആൾക്കാർ കഴിക്കണതാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്നതാണ്. ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദർഗയിലേക്കുള്ള വഴിയിലാണ്. ഇനി ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 800 മീറ്ററൊക്കെ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ദർഗയ്ക്കുള്ള വഴിയിൽ കടന്നു. ഒരു മാർക്കറ്റാണ്, സ്ട്രീറ്റാണ്. ഫർണിച്ചറോടെ നടത്തുന്ന ഒരു വെള്ള ക്രാറ്റേക്കണ പോലെ ഇത് ഫർണിച്ചറിന്റെ പരിപാടി നടത്തുന്നത്. ഏലംകുളത്ത് വലിയ പ്രായമില്ലാത്ത വേറെ എന്തൊക്കെ ഉണ്ട്. ജയപ്രകാശ് ഏലംകുളത്തില്ലതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഓല ഹോട്ടലിൻ്റെ സൈഡിൽ സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് ദർഗിയിൽ കാരണം. ഒരു മാർക്കറ്റാണ് ഇതിൻ്റെ ബാക്കിൽ. ഈ റോഡ് ഫുള്ള് മാർക്കറ്റ്, ഭയങ്കര തിരക്കാണ്. സൈക്കിൾ ഓടിച്ച് വരാനൊന്നും പറ്റാത്ത രീതിയിലുള്ള തിരക്ക് കമ്മിയാണ് ഇപ്പോൾ. എന്നിട്ടാണ് ഇങ്ങനെ. അജ്മീർ ദർഗയുടെ ഉള്ളാണിത്. ഉള്ളിൽ പറഞ്ഞാൽ ഇനി ദർഗയുടെ ഉള്ളിൽ വേറെ കയറണം. ഇത് അതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൗളാണ് മുമ്പിൽ കാണുന്നത്. പിന്നെ അജ്മീർ ചെമ്പ് എന്ന് പറയുന്നതാണ് ആൾക്കാർ കൂടി നിൽക്കണേ. അതിൽ നമ്മൾ
കാണിക്കകളും കാര്യങ്ങളൊക്കെ അതിലിടുക. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇതേപോലെ സ്വീറ്റ്സും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യാം. ഒരു ഫേമസ് ആയിട്ടുള്ള ഹൗസാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളെന്തായാലും ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ എന്താ പൂക്കളും പട്ടൊക്കെ അവിടെ കൊണ്ടുപോയി ഇടുക എന്നുള്ളൊരു ആചാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പൂക്കളെ കട ഉണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറി അത് ആ പൂക്കളും പട്ടൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് പുറത്ത് പോകണേണിത്. ഇവിടെയൊക്കെ ഫുള്ള് പൂക്കൾ ഇതവിടെ കാണിക്കായിട്ട് കൊടുക്കണേണ്, പൂക്കളും പട്ടൊക്കെ. അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് റോസാപ്പൂവിൻ്റെ ഒക്കെ ഇതാണ് സ്റ്റാളുകളാണ്. ഇതാണ് ദർഗ. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് ആവില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറും. മോതിരം നോക്കണ്ട ഈ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിർത്തി. നല്ല ബീഫും പൊറാട്ടയും, അതും കേരള പൊറാട്ട. കുറേ ഡെസ്റ്റിനേഷൻ എന്ത് പറയാണ്. നല്ല ബീഫും പൊറാട്ടയും, നല്ല മുരിഞ്ഞ പൊറോട്ട, ബീഫൊക്കെ തിന്നിട്ട് കുറേ. അന്ന് നവി മുംബൈയിൽ നിന്ന് കഴിച്ചു, പിന്നെ കഴിച്ചിട്ടില്ല. കൊണ്ടോട്ടിക്കാരായ കുറച്ച് മലയാളികളെ കിട്ടി. ഇവിടെ പോയാലും കുറെ മലയാളികളല്ലേ. മലയാളി പൊളിയാണ്. നല്ല മലയാളി കേരള പൊറോട്ട ഇട്ടി നമ്മളെ പെരിന്തൽമണ്ണക്കാരെ കട തന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. നല്ല അടിപൊളി ഫുഡാണ്. ദർഗയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ ഗരീബ് നവാസ്. ആ ചെറുതായിട്ട്. അപ്പൊ നമ്മള് ഈ യാത്രയില് യാത്ര തുടങ്ങാൻ കാരണമായിട്ടുള്ള ഷെയലാനി അങ്ങനെ ഷാനുഖാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ വീഡിയോ കണ്ടിട്ടാണ് യാത്ര വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിറങ്ങിയത്. എന്തായാലും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരുപാട് പെൺകുട്ടികൾക്ക്, നമ്മളൊക്കെ താഴെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, പിന്നാവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തത് ഷെയൽ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ പോലത്തെ ആൺകുട്ടികൾ വരെ ഇപ്പോൾ ഇറങ്ങുന്നത് ഷെയലാനെ മുന്നിൽ കണ്ടിട്ടാണ്. ഷെയലാ കുട്ടിയൊക്കെ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ലാന്ന് എഴുതിയതാണ്. എന്തായാലും പോലെ അജ്മീർ വെച്ച് കണ്ടു, സന്തോഷമുണ്ട്. ഷാമിലിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഷാന് ആദ്യം രാവിലെ എണീറ്റ് പോയിട്ടുണ്ട്. നിങ്ങളെവിടുന്ന കൂടിയത്? നിങ്ങൾ ആദ്യം അങ്ങനെ നമ്മൾ ഷേലാനീറ്റും കണ്ടു. അവിടുന്ന് യാത്ര പറഞ്ഞു. ഞങ്ങളിഞ്ഞ് ബേക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓൾക്ക് 2 ദിവസമായിട്ട് വയറിന് സുഖമില്ലായിട്ട് ഇവിടെ അജ്മീർ പുഷ്കർ ഭാഗത്ത് തന്നെയായിരുന്നു. അപ്പം ഇതറിയ അജ്മീർ, നമ്മൾ അജ്മീർ എന്നുള്ള 2 സബ്സ്ക്രൈബേഴ്സാണ്. नाम बताओ. आयन. अतीक. मेरा नाम रेहान है. आयन. अरमान. क्या करती है? पढ़ती है आप लोग? 12th में हूँ. 12th में? अच्छा. 8 9 9. നല്ല തിരക്കാണ്. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി.
ഫുൾ സ്ട്രീറ്റ് ഫുഡാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നല്ല ചങ്ക് കാറുണ്ട്. ഒറ്റ ഒന്നാണ് കൊടുത്താലോ ആ ചാപ്പ്. ഈ റോഡിൽ കൂടിയൊക്കെ പോകണമെങ്കിൽ നല്ല ക്ഷമയും ഇതും വേണം, കാരണം അത്രയും തിരക്ക്, ആൾക്കാർക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇല്ല ബൈക്കും സ്കൂട്ടറും ഓട്ടോറിക്ഷയും, മനുഷ്യനെ ഇടങ്ങാറാക്കുന്ന വഴി. ഞാൻ ഇവിടെ വരുന്ന രണ്ടാമത്തെ വട്ടമാണ്. ഞാൻ ഒരു 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു മസ്ജിദാണ്. ഇവിടെ ഉണ്ട് ശൈലിട്ട് ഇവിടെ ഉണ്ട്. ഓരോ നേരത്തെ പോലും ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടുന്ന്. ഇതാണ് ഇതിൻ്റെ പേര്. ഇതൊരു മസ്ജിദാണ്. ഇവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. ഇത് ഫുള്ള് ഇതേപോലെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ്. സംഭവം അടിപൊളി സ്ഥലമാണ്. അജ്മീർ എത്തുന്ന ആൾക്കാർ മിസ് ചെയ്യാതെ വന്ന് കണ്ടേ, ഒന്നും നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ ഈ സാധനം കിട്ടൂലെന്ന് ചോദിക്കണം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ കിട്ടാന്ന്. ഇറക്കം 2 തലത്തിലുള്ള ഒരു ഇറക്കി. നമുക്ക് നാട്ടിലെ ഒരു ഇലക്ട്രിക്കലിന്റെ സർവീസിന്റെ അങ്ങനെ ആയിരുന്നു. പിന്നെ നോക്കണ്ട എവിടെ ഫറൂഖിലോ? ഫറൂഖില് എന്നാ ഇറങ്ങിയത്? ഇത് പള്ളിയാണ്. അവിടെ ഞങ്ങൾ വന്ന സമയത്ത് ദൂരത്ത് ജമാഅത്ത് നടക്കുന്നില്ല. എനിക്കറിയില്ല, കാരണം ഇവിടെ ഞങ്ങൾ നിസ്കരിച്ചിരിക്കുന്നു. ഞങ്ങൾ താഴ്ത്തു വന്നത് ഇവിടെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് നിസ്കരിച്ചില്ല. അപ്പം ഞങ്ങളൊരു 25 ദിവസം കൊണ്ട് അവിടെ എത്തണം നേരിട്ട്. കാരണം ഞങ്ങൾക്കും ഇതേപോലെ പോരേണ്ട അർജന്റുകളായി. ഞങ്ങൾ ഞങ്ങളും സെപ്പറേറ്റ് ആകാൻ തന്നെ കാരണം തരും. അവര് ഈ ചെറിയ കാര്യങ്ങളൊന്നും കാണില്ല. ഞങ്ങൾക്ക് ഈ വില്ലേജൊക്കെ കാണണം. പിന്നെ അതുകൊണ്ട് കാര്യമില്ല, ശരിക്കും ഏതായാലും സമയങ്ങൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇനിയും കാണാൻ ഒരുപാടുണ്ട്. ബൈക്കാണെങ്കിൽ അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്താ വെച്ചാൽ ഇത് നേരെ അവിടെ എത്തിയിട്ട് സൈക്കിളാണ്ട് ഒതുക്കിയിട്ട് ബൈക്കാണ്ട് എടുക്കുക, ഇതേ സ്ഥലത്ത് വരിക, ബാക്കിയുള്ള കവർ ചെയ്യുക വീണ്ടും. സൈക്കിൾ എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ സ്ഥലം ട്രെയിനിൽ ഇറങ്ങിയിട്ട് ആ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് ആകുമ്പോൾ തരും. നമുക്ക് എക്സ്പെൻസ് കുറയും, പക്ഷെ മാസങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് എക്സ്പെൻസ് കുറവാക്കും. ശരിക്കും ഇതും ഇപ്പൊ കുറവാണ്. ശരിക്കും ഇവിടെ ഞങ്ങൾ ഒരാഴ്ച നിന്നിട്ടൊക്കെ പോകണം സൈക്കിളിലല്ലേ. ആകെ ചെറിയ 120 രൂപ ഇല്ല, പിന്നെ 120 രൂപേന്റെ റൂമും കിട്ടും. അത് കൊടുത്താൽ സിറ്റിയാണ്. ഈ സിറ്റിയിൽ ഞങ്ങൾ എങ്ങാനും ടെന്റ് അടിച്ചാലും ഞങ്ങളെ സാധനങ്ങളൊക്കെ സേഫ് ആക്കി വെക്കാനൊന്നും കഴിയില്ല. അതിന് വേണ്ടി ഞങ്ങളൊരു നാട്ടിൻപുറത്ത് എത്തുമ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ തന്നെ ഒരു ഇവിടെ കടന്നോളൂ, അല്ലെങ്കിൽ ഓല ഷട്ടർ വന്നാൽ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയത് ഇവിടെ ഗുരുദ്വാര അടിപൊളിയാ. നമ്മൾ അത്രയും കയറും ചെയ്യും. തന്നെ ആ റൂം ഞങ്ങൾക്ക് തന്നു ലാസ്റ്റ്. ഞങ്ങൾക്ക് എങ്ങനെയാരോ അല്ല അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങളെടുത്ത് അകത്ത് കടന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അകത്ത് കടന്ന് രാത്രി ആയിക്കോ വന്നിട്ട് പറഞ്ഞു ഒരു റൂമുണ്ട് മുകളിൽ, അതിൽ കയറി കടന്നോളി പറഞ്ഞു. അങ്ങനെ ഇത് തന്നെ ഏറ്റവും പുരാതന പള്ളികളിൽ ഒന്നാണിത്. ദിൻ ദായ് ചോക്ത അജ്മീറിൽ ആണുള്ളത്. നമ്മളെ ദർഗയുടെ തൊട്ടടുത്താണുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൂടാൻ തന്നെ ഷഹലീറ്റൊക്കെ ഉണ്ട്. ഓലയും കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇനി ഇവിടുന്ന് റൂമിൽ പോകണം, പുഷ്കർ പോകണം. പോവല്ലേ നമുക്ക്? ലസ്സി കഴിക്കാന് മാംഗോ പറയട്ടോ. മാറ एक मैंगो, एक पाइनएप्पल, एक स्ट्रॉबेरी. അങ്ങനെ ലസ്സി വന്നു, അത് കുടിക്കട്ടെ. സൈക്കിൾ പായം കൊണ്ട് ഇവിടെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല. തലവേദന. നീ പുഷ്കരിക്കാൻ ബസ്സിനോ?
ഞങ്ങൾ അങ്ങനെ റൂമിലെത്തി തിരക്കി നിന്നിട്ടൊന്ന് കടന്നുറങ്ങി. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നീച്ച് പുഷ്കർ പോവുകയാണ്. പുഷ്കർക്ക് ബസ് കിട്ടുന്ന സ്ഥലത്ത് വന്ന് നിന്നു. ഞങ്ങൾക്ക് ഒരു 1.5 കിലോമീറ്റർ നടന്ന് ബസ് കിട്ടുന്ന സ്ഥലത്ത് നിന്നു. ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പുഷ്കർ പോകാൻ. അങ്ങനെ ഞങ്ങൾക്കൊരു മിനി ബസ് കിട്ടി പുഷ്കർക്കില്ലേ. ഞങ്ങൾ ആ മല കയറി മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വരുന്ന ഭാഗമാണ് പുഷ്കർ. ബസ്സിന് എത്രയാണ് 75 70 60 മൂന്നാൾക്ക് 60 രൂപ 20 റുപ്യുള്ളൂ ബസ്സിൻ്റെ ടിക്കറ്റ്. നമ്മൾ അജ്മീറിൽ നിന്ന് പുഷ്കർ പോകുന്ന ആൾക്കാർ കുറേ ടാക്സിക്കാർ വന്ന് നമ്മളോട് സംസാരിക്കും. ഒരാൾക്ക് 200 തന്നാൽ 150 തന്നാൽ ആരും പോകാൻ നിൽക്കരുത്. അണാസാഗറിൻ്റെ ഭാഗത്ത് പോലെ ഷെയർ ടാക്സി മുടിച്ച് വരിക. അണാസാഗറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പുഷ്കർക്ക് പോകുന്ന ബസ് ഇഷ്ടം പോലെ കിട്ടും. 20 റുപ്യുള്ള ഒരാൾക്ക് ടിക്കറ്റ് വരിക. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ടാക്സിയോ മറ്റു മാർഗങ്ങളിലോ ഒന്നും ഇവിടെ വരാൻ നിൽക്കരുത്. വെറും 60 ഒരാൾക്ക് 20 രൂപ ഉണ്ടെങ്കിൽ പുഷ്കർ എത്താം. അജ്മീറിൽ നിന്ന് അണാസാഗറിൻ്റെ അവിടെ നിന്ന് 20 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എത്താം. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ടാക്സി ഒന്നും എടുത്ത് ഇവിടെ കയറാൻ നിൽക്കരുത്. ഞാനൊരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ പറയാണ്, ഞാൻ ബസ്സിൽ 2 പ്രാവശ്യവും ടാക്സിയിൽ 1 പ്രാവശ്യം, ഇത് ബസ്സിൽ 2ാമത്തെ പ്രാവശ്യമാണിത്. ഞങ്ങൾ ബസ് ഇറങ്ങി. ഇനി കുറച്ച് നടക്കണം. ബസ് മെയിൻ റോഡിൽ നിർത്തും. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് നടക്കണം. നമ്മൾ പുഷ്കർ മാർക്കറ്റിക്കൊക്കെ അല്ല വഴിയാണിത്. പുഷ്കർ മാർക്കറ്റ് ഓക്കെ देखने के लिए. हाँ मंदिर इधर ही है. इधर एक रेगिस्तान है ना, वो रास्ता इधर से. हाँ थैंक यू. ഇതാണ് പുഷ്കർ മാർക്കറ്റ്. ലെതർ ഐറ്റംസ് അതേപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു അടിപൊളി മാർക്കറ്റാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ് പുഷ്കർ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും ഫാൻസി ഉണ്ടാവില്ല. പക്ഷെ അത് നോവലുകളാണ്. എനിക്ക് അങ്ങനത്തെ ബുക്കെല്ലാം ഉണ്ട്. അങ്ങനെ മുബീനും റിസ്വാനും ഓരോ ജുബ് എടുത്തു. ഞാൻ രാവിലെ ഒരു കുർത്തെടുത്തോട്ട്, എനിക്ക് പിന്നെ ആവശ്യമില്ല. ഒരു 2 ഓരോന്നെടുത്തു. ഈ മാർക്കറ്റ് നല്ല ലോങ് ഉണ്ട്. ഒരുപാട് വഴികളിലൊക്കെ മാർക്കറ്റ് നീണ്ട് കിടക്കാണ്. ഞങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. റേറ്റ് യൂണിയൻ റേറ്റ്. എല്ലായിടത്തും ഒരേ വിലയായിരിക്കും. കാരണം ഈ മാർക്കറ്റിലൊരു യൂണിയൻ ഉണ്ട്. അത് കാരണം ആർക്കും കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നും വിൽക്കാൻ കഴിയൂല. ഈ പുഷ്കർ ഈ ഒരു ഭാഗത്തൊക്കെ കാര്യമായിട്ട് അമ്പലങ്ങളാണ്. ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഇവിടെ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ മുമ്പ് ഇവിടെ ചെറിയൊരു സഫാരി പോയിൻ്റ് ഉണ്ട്. സഫാരി പോയിൻ്റ് പറഞ്ഞാൽ ഒരു മരുഭൂമി പോലെ. അപ്പോൾ അവിടെ പോവുകയാണ് ഫസ്റ്റ്. കാരണം ഞങ്ങൾ ജയ്സാൽമീർ പോകാത്തതുകൊണ്ട് മരുഭൂമി ഞങ്ങൾക്ക് രാജസ്ഥാനിൽ കിട്ടൂല. വാളുകളും കത്തികളൊക്കെയാണ്. നമുക്കൊന്ന് വാങ്ങണം വരുമ്പോ. ഓക്കെ ഇത് നോക്കണ്ടോ. പുഷ്കറിൽ നടക്കുന്ന ഒരു ക്യാമൽ സഫാരിയാണ്. സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇവിടെ റേറ്റ് കൂടുതലാണ് പറയണേ. ഞങ്ങൾക്കിത് കണ്ടാൽ മതി. ഞങ്ങൾക്ക് കയറണമെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ വല്ല വഴിയുണ്ടാക്കട്ടെ. ഒരു ക്യാമൽ കാറിന് 500-600 പറയുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ സഫാരി ഉള്ളൂ ഇവിടുന്ന്. ഇപ്പം ഞങ്ങൾ നിൽക്കണോടത്തുനിന്ന് ശരിക്കും എടുത്ത് വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പൈസക്ക് വലിയൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ മൂന്നാൾക്കും ഒരു 100-150 വെച്ചിട്ട് കൊടുക്കുമ്പോഴൊന്നും പ്രശ്നമില്ല. അതല്ലാണ്ട് ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഓലി പറയുന്ന പൈസ കൊടുത്താൽ കൂടുതലാണ്. ഓക്കെ മരുഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് മരുഭൂമി കിട്ടണമെങ്കിൽ നമ്മൾ ജയ്സാൽമീർ തന്നെ പോകണം. പക്ഷേ നമ്മൾ രാജസ്ഥാൻ കണ്ടറിഞ്ഞ ബുക്കുകളിലും സിനിമകളിലൊക്കെ കണ്ട പോലെ ഒരു മണ്ണും ഒട്ടകവും ക്യാമൽ സഫാരിയൊക്കെ കാണണമെങ്കിൽ
ഇവിടെ എത്തണം. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഹോഴ്സ് റൈഡിങ് ഉണ്ട്, അതൊന്ന് ചോദിച്ചു നോക്കട്ടെ. അത് പോക്കറ്റിലൂടെ കിട്ടോ, ഞാൻ വരാം. അങ്ങനെ ക്യാമലിൻ്റെ ഹൗസിൻ്റെ മുകളിലാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി റൂമിൽ പോകണം, ഭക്ഷണമൊക്കെ കഴിക്കണം, കിടക്കണം. ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇവിടെ ഉണ്ടാവില്ല ഇത് ലസ്സി അല്ലേ? राजस्थानी खाना क्या बोलते हैं? दाल दाल बाटी. हाँ वो 3 दे दो. राजस्थानी स्पेशल दाल टाल्टी. ദാൽ ബാത്തി തരും 3 എണ്ണം. അത് നോക്കട്ടെ എന്തേ, അല്ലെങ്കിൽ തന്നെ വയറിന് സുഖമല്ല. അപ്പോൾ ഇനി അതും കൂടി ആയിക്കോട്ടെ. എന്തേ പാട്ടിക്കില്ല കറി വന്നു, ഇനി പാട്ടിൻ്റെ സാധനം വന്നു. ഒരു വേറിട്ട ടേസ്റ്റാണ്. അതായത് നമ്മളെ ചപ്പാത്തിയിലൊക്കെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു മസാല ഉണ്ട്, പിന്നെ അതിക്ക് ഒരു ചമ്മന്തി, ഒരു സാമ്പാർ, പിന്നെ വേറെ എന്തോ ഒരു പൊടി. ഞങ്ങള് തിരിച്ചിറങ്ങിയ റിസ്വാർഡ് എടുക്കണ്ടാവുന്നില്ല. തിരിച്ചിറങ്ങി ഞങ്ങള്. അപ്പം ഇനി റൂമിലെത്തണം, ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അതേപോലെ ഇതാണ് അനാസാഗർ തടാകം. അജ്മീറിന് 2.5 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇത് ഈ ഒരു നേരത്ത് വന്ന് കാണാനാണ് നല്ലത്, കാരണം ലേസർ ഷോവും പിന്നെ അതേപോലെ നല്ല ലൈറ്റ്, ഫുട്പാത്ത് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് അടിപൊളിയാക്കാരം കാണാൻ. പപ്പടമൊക്കെ കൊടുത്തേ. ഞങ്ങൾക്ക് ഇന്നലത്തെ സ്റ്റേ തന്നു. ഇന്ന് രാത്രിക്ക് നല്ല അടിപൊളി ഫുഡ്, ചിക്കൻ കറി, മോര് കറി, ചോറ്, പപ്പടം. അപ്പോൾ നമ്മളവിടുത്തെ സുഹൃത്തുക്കൾ നമുക്കതും തന്നു. ഞങ്ങൾ കുറേ നേരമായിട്ട് പോലെ കൂടെയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മളെ റൂമിൽ പോകണം. റൊട്ടിയിൽ നിന്നൊരു മോചനം.